ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ നല്ലൊരു ഡിന്നറായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെയും ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പിയാണ്. ഗോതമ്പ് ദോശ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്, പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ കുക്കറിൽ വെക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടാണിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെറുതെ പാനിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. ഇതിൻ്റെ കൂടെ 2-3 വറ്റൽമുളകൊന്ന് മുറിച്ചിട്ടു. ഇനി ഇതിനകത്തേക്ക് 2 സവോള കനം കുറച്ച് അരിഞ്ഞതും, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത്, അതും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റി എടുക്കാം. ഇത് ഒത്തിരി നിറം മാറുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. സവോള ഇതുപോലെ വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഈ കറിയുടെ എരിവെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചേർത്ത 2 പച്ചമുളകും പിന്നെ ഈ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവൊക്കെ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചേർത്ത അളവിന് കറിക്ക് കുറച്ച് എരിവുണ്ടാവും. പച്ചമുളകിനൊക്കെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ ഈ പൊടികളുടെ പച്ചപ്പൊന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഒന്ന് മിക്സ് ചെയ്താൽ മതി. തക്കാളി അങ്ങനെ ഒത്തിരി വേവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല കേട്ടോ. ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഈ മസാലയുടെ കറക്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം, കാരണം അത് പെട്ടെന്ന് വേവും. കുക്കറിലാകുമ്പോൾ ഒരു 3-4 വിസിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി വല്ലാതെ ലൂസായി പോകും. അതല്ല നിങ്ങൾ പാനിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യം വരും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിൽ വേവിച്ചാൽ മതി. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. 4 വിസിൽ കഴിഞ്ഞ് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ദോശ റെഡിയാക്കാം. അപ്പോൾ ദോശയ്ക്കായിട്ട് ഒരു 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പിലോ ഗ്ലാസ്സിലോ അളന്നെടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയെടുക്കാം. സാധാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒത്തിരി ലൂസും ആയിരിക്കരുത്, എന്നാൽ ഒരുപാട് കുറുകിയ മാവും ആയിരിക്കരുത്. ആ ഒരു രീതിയിൽ എടുക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇതാണ് അതിൻ്റെ പരുവം. ഞാൻ ഇതിനകത്തേക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത്. 2.5 കപ്പ് പൊടിയായിരുന്നു, അതിനകത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തത്. പക്ഷെ വെള്ളത്തിൻ്റെ അളവിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്, അത് റെഡിയാക്കാം. ഒരു പാൻ വെച്ച് ഒരല്പം എണ്ണ ഒഴിക്കുക. 2-3 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. 2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 1-2 പച്ചമുളക്, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് വേവൊന്നും വേണ്ട, ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ആ ഒരു കരുകരുപ്പോട് കൂടി നമ്മൾ ദോശയിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, കുറച്ചും കൂടി ഹെൽത്തിയുമാണ്. ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മാവിൽ നമ്മൾ വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ പോലെ ഇതൊന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് റെഡിയായി. ഇനി ഇത് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം.
പാൻ വെച്ച് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഒത്തിരി അങ്ങ് പരത്തി കനം കുറയ്ക്കരുത്, അതുപോലെ ഒരുപാട് കട്ടിയും ആവരുത് കേട്ടോ. കട്ടി കൂടി കഴിഞ്ഞാൽ വേവാനും കുറച്ച് സമയം എടുക്കും, പിന്നെ അത് കഴിക്കുമ്പോഴും നമുക്ക് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ പരത്താം. ഇനി ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും ഇതുപോലെ. ഇനി ഇത് തിരിച്ചിടുന്നതിന് മുന്നേ ഒരല്പം എണ്ണ, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നിർബന്ധമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ ആ ഒരു സൈഡ് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. തിരിച്ചിട്ടു. ഇനി അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ആയി വരണം. എണ്ണയ്ക്ക് പകരം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇത് ചുടുന്ന സമയത്ത് ഇതിൻ്റെ കനം ശ്രദ്ധിക്കണം. ഒരുപാട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി കട്ടി കൂടി പോകരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ, ആ ഒരു കനത്തിൽ ചുട്ടെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും അതുപോലെ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്കും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കും. അത്രയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ടാവും. പാകത്തിനുള്ള വേവാണ് കേട്ടോ. ഒട്ടും ഉരുളക്കിഴങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കുറച്ച് പീസുകൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കും. അത് നല്ല ടേസ്റ്റാണ് കറിയിൽ ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പം ഒരല്പം കൂടി കറി ഒന്ന് കുറുകുകയും ചെയ്യും കേട്ടോ. ഇത് ഈ ഗോതമ്പ് ദോശയ്ക്ക് മാത്രമല്ല, നമ്മൾ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കറിയാണ്. ഇത് രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.